പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത മഹോത്സവ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും പെന്തക്കോസ്ത തിരുനാളിന് ശേഷം അനുഭവത്തിൽ വളരുകയും സഭ വളരുകയും ചെയ്യുന്ന ഒരു വലിയ കാലമാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഏതാണ്ട് 86 മുതൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കേരള സഭ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയേറെ ജാഗ്രത ഉള്ളൊരു സഭയായി മാറിയായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് 10% തിയോളജിയിൽ പഠിക്കുമ്പോഴും ഈ 10% പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് എങ്കിൽ നമ്മൾ ആ പട്ടമേറ്റ് പ്രേക്ഷിത വയലിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സഭയുടെ പൊതുസഭയുടെ അവബോധം ഏതാണ്ട് 90% കണ്ട് പെട്ടെന്ന് വളർന്ന് ഈ ഒരു അവബോധമാണ് ഇപ്പോൾ 8ാം ബിബ്ലിക്കൽ കരിസ്മാറ്റിക് കൺവെൻഷൻ ഒരുപക്ഷെ KST നടത്തിയ NST നടത്തിയ കൺവെൻഷനിൽ ഏറ്റവും മനസ്സിൽ മായാതെ നിൽക്കുന്നത് 8ാമത്തെ നാഷണൽ കൺവെൻഷനാണ്. ലോകവ്യാപകമായ രീതിയിൽ ദേശീയവും അന്തർദേശീയ തലങ്ങളിലും മലയാളികളെല്ലാവരെയും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയ ഒരു എൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോർ കമ്മിറ്റിക്ക് താഴെയുള്ള 3 പേരടങ്ങുന്ന കൊച്ചു ഗ്രൂപ്പുകൾ തൊട്ട് വലിയ ഗ്രൂപ്പുകൾ വരെ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനയും സ്റ്റഡി ക്ലാസ്സുകളും കിട്ടി വളർന്നു വന്ന ഒരു നാഷണൽ കൺവെൻഷനാണ്. അതിൻ്റെ കാശുരൂപമൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആത്മാവിൻ്റെ പറന്നിറങ്ങണ പരിശുദ്ധാത്മാവിൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ മെഡലുകൾ പോലും സപ്ലൈ ചെയ്തിരുന്നത്. അത്രയ്ക്കും കോൺഷ്യസ് ആയിരുന്നു. സഭ എല്ലാ തരത്തിലുള്ള വിഷമതകളിലുമൊക്കെ കടന്നു പോകും എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ സംസാരിക്കാൻ തുടങ്ങിയത്. ബൈബിളിലെ ഒരു രീതിയാണത്. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും. അതുപോലെ തന്നെ ഈശോ ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16:28 വായിക്കുമ്പോൾ ഈശോ തന്നെ സഭയെ വിട്ടുപോകുന്ന ഒരു കാലമാണ്. അതിൻ്റെ ആ കാല ദശാസന്ധി ഉണ്ടാകും. അതാണ് 16:28 പറയണത്. എന്താ പറയണത്? ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഈശോ നമ്മളെ വിട്ട് പോകുന്ന ഒരു അവസ്ഥ, അത് ആധ്യാത്മികതയുടെ ഒരു പ്രത്യേക ഘട്ടമാണത്. കർത്താവ് വിട്ടുപോകുന്നു തോന്നുന്ന അവസ്ഥ. നമുക്കൊരു തീരുമാനം എടുക്കാൻ വൈകുന്നു. പല തീരുമാനത്തെക്കുറിച്ച് നമുക്ക് അംബിഗ്വസായി മാറുന്നു. വാട്ട് ടു ഡു, വാട്ട് ഈസ് റൈറ്റ് എന്നറിയാൻ പാടില്ലാതെ വരും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ ഈശോ പറഞ്ഞത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. 16:16 വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡാർക്ക് ടൈം ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിനും ഡാർക്ക് ടൈം ഉണ്ടാകും. മേ ബി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊക്കെ യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് ടൈം. പക്ഷേ ഈ ഡാർക്ക് ടൈം യോഹന്നാൻ ക്രൂസിനേക്കാളും രൂക്ഷമായിട്ടാണ് സാധാരണ മനുഷ്യർ പോലും അനുഭവിക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. അപ്പോൾ ഈ കാണാത്ത സമയത്ത് എന്ത് സംഭവിക്കും? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. പല വിഷയങ്ങളിലും നമ്മൾ കരയും.
പല പല വിഷയങ്ങളിൽ നമ്മൾ കണ്ണീരില്ലാത്ത വിലാപം അന്തരാളങ്ങളിൽ നിന്ന് വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമയങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ഈ വരികൾക്കിടയിലാണ് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാലാവസ്ഥകളെക്കുറിച്ച് പറയും. അപ്പോൾ ഈശോ അരുളി ചെയ്തിരുന്നവർ ഉയർത്തെഴുന്നേറ്റ് പ്രവചിക്കപ്പെട്ടതുപോലെ പിതാവിന് വലതുഭാഗത്തേക്ക് വരും. ഉപവിഷ്ടനാകുമ്പോഴും ഈശോ നമ്മളെ ഏകനായി വിട്ടുപോകത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി, നമ്മൾ 14:18 വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് കർത്താവ് അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണ കേൾക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഭ എക്വിപ്ഡ് ആകേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തുമാത്രം കോൺഷ്യസ് ഒരു വ്യക്തിക്കുണ്ടോ അത്രേ ആ വ്യക്തികളെല്ലാം ഈ ഇരുട്ട് തക്കങ്ങളെ അതിജീവിക്കണ കാണാം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. നിർഭാഗ്യവശാൽ ഇപ്പം ഞാൻ തന്നെ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ആൾക്കാരെ സമയം കിട്ടുമ്പോഴൊക്കെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ചില സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരും. അപ്പോൾ ബൈ ചാൻസായിട്ട് എന്നെ കാണാൻ ഇടയാകും. അപ്പം ഞാൻ അവരോട് അവിടെ കാര്യങ്ങൾ കൗൺസിലിങ്ങിൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നതാണ്, പിന്നീട് അവർ വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ഇക്കൊല്ലം തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഉടനെ അവരോട് ചോദിക്കും, ഗ്രീൻ കാർഡിൻ്റെ കാര്യം എന്തായി, ഉടമ്പടിയിൽ ഉണ്ടായിരുന്നല്ലോ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അത് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, മക്കൾ എവിടെയാണ്, മക്കളെ കൂടെ ഉണ്ടോ അതോ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, അച്ഛാ പ്രാർത്ഥിക്കണം, മക്കളെ കൊണ്ടുപോകാൻ, മക്കളുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ വസ്തുതയിൽ അവിടുത്തെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു നോൺസെൻസ് ആണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച. ഒരു മനുഷ്യൻ്റെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഇടയൻ സംസാരിക്കുന്ന ഒരു നോൺസെൻസാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലൻ, പ്രത്യേകിച്ച് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, നമ്മുടെ ഈ 19-ാം അധ്യായമില്ലേ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ, 2-ാമത്തെ വചനം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ഈ വിശുദ്ധ പൗലോസ് എഫേസോസ് സഭയിലൂടെ ഉൾപ്രദേശങ്ങളിലൂടെ എല്ലാം കറങ്ങി എഫേസോസിൽ എത്തിച്ചേരണ ഒരു ഭാഗമുണ്ട്. അപ്പോഴൊരു 10-12 വിശ്വാസികൾ, ജ്ഞാനസ്ഥാനം സ്വീകരിച്ച വിശ്വാസികൾ ഈ പൗലോസിനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ പൗലോസ് ഇവിടെ മുഖത്തിട്ട് നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ അതായത് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളാണ്, അവരാണ് ഈ പൗലോസിനെ സ്വീകരിക്കണത്. പക്ഷേ ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞ പൗലോസപ്പം ചോദിക്കണത്, എങ്ങനെയാണ് ഈ നാട്ടിൽ പട്ടിണിയുണ്ടോ, ഈ നാട്ടിൽ കടൽ കയറിയോ, കടൽ കയറിയപ്പോൾ നിങ്ങൾ എവിടെ പോയി ഇരുന്നു, സർക്കാരിൻ്റെ കിറ്റ് കൃത്യമായിട്ട് കിട്ടിയോ, ഇങ്ങനെ ഭൗതികമായ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങൾ ബേസിക്കായിട്ട് അപ്പോസ്തലൻ, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെയുള്ള ആൾക്കാരും ഭൗതികമായ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയവർ ആദ്യം ആ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോസ്തലൻ ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അപ്പോസ്തലൻ ആകുലപ്പെടേണ്ടത് വെദർ ദ ഹാവ് റിസീവ്ഡ് ഹോളി സ്പിരിറ്റ് ഓർ നോട്ട്. അവിടെയാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. സഭ അടിസ്ഥാനപരമായിട്ട് ആകുലപ്പെടേണ്ടത് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല. നിർഭാഗ്യവശാൽ ഊന്നലുകൾ മാറി വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ലക്ഷ്യം പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടുന്നതാണ്. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ഒരു വിശ്വാസി അന്വേഷിച്ച് കഴിയുമ്പോൾ ബാക്കിയെല്ലാം അതിന്
ദൈവം തന്നെ ചേർത്ത് നൽകുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കിയിരുന്നത് എന്തുമാത്രം മനുഷ്യരെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതം പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കണത്. അവർ ദൈവവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അഡീഷണൽ ഗ്രേസ് പോലെ ചേർത്ത് നൽകുകയാണ്. നമ്മൾ പക്ഷേ ജനങ്ങൾ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുന്നതിന് പകരം നമ്മൾ ജനങ്ങൾ ഭൗതികമായ സുസ്ഥിതിയിലും വികസനത്തിലും വളർന്നു വരണമെന്ന് പ്രഥമമായ ഒരു പ്രയോറിറ്റി വന്നത്. ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല, പക്ഷേ പ്രയോറിറ്റി വന്ന പ്രശ്നമാണ്. സഭ ബേസിക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. അങ്ങനെ ആരോ ധരിച്ചിട്ടാണ് മനുഷ്യ മട്ടോന്നീളം പായണത്. നമ്മളുടെ സഭയുടെ ചില പരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതാണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്. ദുരിതാശ്വാസ ക്യാമ്പ് നടത്തേണ്ടെന്നല്ല ഞാൻ പറയണത്. സുനാമി വന്നപ്പോൾ ഈ ജില്ലയിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയ ആൾ ഞാനാണ്. 87 മുതൽ കടലോര ജനതയെ പുനരധിവസിപ്പിക്കുകയും എൻ്റെ വെള്ളലോഹരി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയപ്പോൾ അവിടെ കഞ്ഞി വെക്കാൻ വിറകില്ലാത്തപ്പോൾ വിറക് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും പോയി. അളന്ന് കിട്ടിയ എടുത്തു തന്ന വിറക് എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ ഒപ്പം അവർക്ക് താങ്ങാൻ കൂടുതലായപ്പോൾ ഞാൻ ആ വിറകെടുത്ത്, റബ്ബർ വിറകാണ്, അതിന് കീലും റബ്ബറും ഒക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ആരോഗ്യക്കുറവ് കാരണം ഞാൻ ആ വിറക് 10 കിലോനാ പറ്റുള്ളൂ എൻ്റെ നെഞ്ചു താങ്ങിയെടുത്ത് അതോടെ എൻ്റെ വെള്ളലോഹ റബ്ബർ കറയായിപ്പോയി. അപ്പോഴാണ് എനിക്ക് ലോഹ മാറണമെന്നുള്ള, ജനങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ലോഹ മാറണമെന്നുള്ള ചിന്ത വന്നത്. ഇതെല്ലാം ഞാൻ കർത്താവിൻ്റെ പുറകിൽ നിന്ന് പറയണതാണ്. കർത്താവിനറിയാവുന്ന സത്യങ്ങളാണ്. അല്ല വേറെ ഒരു വിളിയും കൊണ്ട് ലോഹ മാറിയതല്ല. സന്യസ്ത ജീവിതമാണ്, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. ചില ആൾക്കാർ എന്നോട് പറഞ്ഞ കാവി വസ്ത്രമാണല്ലോ, എന്നിട്ട് കുടവേറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഉപവാസമൊന്നുമില്ല, ഞാൻ ഇരുന്നിരുന്ന് കുടവേറാതെ ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലോഹ മാറാനുള്ള കാരണം ഇതാണ്. ഇപ്പം റിലീഫ് ക്യാമ്പുകൾ അടിസ്ഥാനമായിട്ട് തന്നെ അതൊന്നും മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. അവരെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ എന്ന്. അത് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ല എന്ന് തോന്നണം അപ്പോസ്തലനെ. എന്നെപ്പോലുള്ള പ്രവർത്തകർക്ക് അത് തോന്നണം. അത് തോന്നിയില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ല സഭയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഭൗതിക വിഷയങ്ങളുടെ വിഭവങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ആശങ്കപ്പെടുന്നത്. ദൈവജനത്തിനുള്ള ഭൗതിക വിഷയങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഒരു ഇടയന അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർ ആശങ്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവ് വളരെ ലോലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. ഇത് സഭയുടെ അനേകം വൈദികർക്ക് ഇതുണ്ടെങ്കിൽ സഭയുടെ അവസ്ഥയും അത്രയും ഒരു വെന്റിലേറ്ററിലാണെന്ന അർത്ഥം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കാനാണ് ദൈവം നമ്മളെ യേശുക്രിസ്തുവിനെ പോലും പഠിപ്പിച്ചത്. അല്ലാതെ കൂട്ടമായി ജീവിക്കാനല്ല. കൂട്ടമായി പ്രാർത്ഥിക്കാം. ജീവിക്കണത് അവനവൻ്റെ ജീവിതം ഒറ്റക്ക് ജീവിക്കണമെന്ന്. ഈ പരിശുദ്ധാത്മാവിനെ സംരംഭമാക്കുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനമായ ദൈവിക മനസ്സെന്താണ്? യു മസ്റ്റ് ലിവ് അലോൺ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഒറ്റക്ക് ജീവിക്കണം. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ആഴമേറിയ പ്രബോധനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നത് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ, വിശ്വസ്തയോടെ ജീവിക്കാൻ, കർത്താവിനോടൊത്ത് ജീവിക്കാൻ, കർത്താവേ ഈ ശുശ്രൂഷയിൽ പകർന്ന ഓരോ മക്കളെയും അങ്ങ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്ന നന്ദി പറയുന്നു. ഉടമ്പടിയിൽ നിയോഗസ്ഥർ മക്കളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. യേശുവേ ആരാധന. ആത്മാവേ, ആത്മാവേ ഞങ്ങൾ നിറയണമേ. എല്ലാവരും പാടട്ടെ. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ.
ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾ സ്വർഗം തുറന്നു നീ ആരാധന പറന്നിറങ്ങണമേ ആരാധന പരിശുദ്ധാത്മാവേ അഭിഷേകം ഉയർത്തി ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പ്രൈമറി എൻഡായി അവൻ്റെ ജീവിത ലക്ഷ്യമാകണമെന്നൊക്കെ പറയാൻ കാരണം ഈ ഒറ്റക്ക് ജീവിക്കാൻ, ഒറ്റക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ സാധ്യത മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ആരൊക്കെ ഉണ്ട്, പള്ളിയുണ്ട്, പാർട്ടിയുണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, സഭയുണ്ട് എന്നൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വി ഹാവ് ടു ലിവ് അവർ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ നമ്മൾ മിക്കവാറും കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയവേ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന്. അപ്പോഴും ഞാൻ പറയും കയ്യിലും കരിഞ്ഞാൽ എന്ത് ചെയ്യും? കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. അതാണ് എൻ്റെ സംഭവം. ജീവിതം കരിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ കൈസഹായം നൽകും, അവർ കയ്യിലായി പ്രവർത്തിക്കും. പക്ഷെ കയ്യിലും കരിയണ ഒരു സമയമുണ്ടാകും. അപ്പോഴെന്താണ്? കരിയുമ്പോൾ വിരകാൻ കർത്താവ്. നമ്മുടെ ജീവിതം കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. ഇങ്ങനെ ആ ഒരു നിമിഷം നോക്കി പാർത്തുകൊണ്ടാണ് ഈശോ പറയണത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് പറയണത്. അപ്പോഴീ ഒറ്റക്ക് ആയിപ്പോകുന്നൊരു സമയം സാക്ഷ്യം വഹിക്കാൻ അങ്ങനെ ഒരു മനുഷ്യൻ റെഡ്യൂസ് ഇൻറ്റു സീറോ മൈനസ് എന്ന് ഞാൻ ഇടയ്ക്ക് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴും നിലനിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പരിശുദ്ധ അമ്മയെ അവലംബിക്കാനുള്ള കാരണം മേരി മഗ്ദലിനെയും അതുപോലെ കുസായുടെ ഭാര്യ മറിയത്തെയും അതുപോലെ തന്നെ യോഹന്നാൻ്റെ യാക്കോബിൻ്റെ അമ്മയായ സലൂമിയെയും അങ്ങനെ കുറേ സ്ത്രീജനങ്ങളെ യോഹന്നാനെ ഉൾപ്പെടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയെ വിലയിരുത്തണത്. കുറേ ആൾക്കാർക്ക് അവരുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ ഉള്ള ഒരു ഉൾപ്രേരണയായി അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. അമ്മ നിന്നതുകൊണ്ടാണ് മേരി മാഗ്ഡലിൻ കൂടെ നിന്നത്. അമ്മ നിന്നതുകൊണ്ടാണ് സലൂബി നിന്നത്. അമ്മ നിന്നുകൊണ്ടാണ് കുസായുടെ ഭാര്യ മറിയ നിന്നത്. അങ്ങനെ അവിടെ എല്ലാ സ്ത്രീകളും യോഹന്നാൻ ഉൾപ്പെടെയുള്ളത് അമ്മയിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെ ഫലങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആത്മധൈര്യത്തിൻ്റെ അടയാളമാണ് കുരിശിൻ്റെ ചുവട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയിൽ വർഷിച്ച ആത്മാവിന്റെ ശക്തി അമ്മ കുരിശിന്റെ ചുവട്ടിലെ ഒറ്റക്ക് നിൽക്കുകയും മറ്റുള്ളവരെ നിൽക്കുന്നതിനാവശ്യമായ ആത്മാവിന്റെ അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ ദേവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷമായ വാഗ്ദാന പേടകമേ, അമ്മ നിന്ന പോലെ ആത്മാവിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് നൽകണമേ. തിരുസഭയ്ക്ക് മുഴുവനായിട്ട് നൽകണമേ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നൽകണമേ. എല്ലാവരും കരങ്ങൾ വീശി
മാറ്റാൻ കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ചേർന്ന് പാടാം കാറ്റായി വീശണമേ. എല്ലാവരും. ഓ അഗ്നി അഭിഷേകമേ, യേശുവേ പരിശുദ്ധാത്മാവേ നൽകണമേ. കാറ്റായി തിരുസഭയിൽ നൽകണമേ. ഓരോ മക്കൾക്കും നൽകണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ തിരുസഭയിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കള്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്ന മക്കള്, തത്സമയം നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കള് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒറ്റക്ക് സാക്ഷ്യം വഹിക്കുകയും ഒറ്റക്ക് അവനവനെ ദൈവം നൽകിയ ജീവിതം ജീവിച്ചു തീർക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിലെ ധ്യാനാത്മകമാകുന്നത്. ഈശോ പറഞ്ഞില്ലേ, എന്നാ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 16:32 നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടും വെച്ച് പോകുന്ന കാലം വരും. അപ്പം കൂടെയുള്ളവർ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹപ്രവർത്തകർ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവമാണത്. ഈ അനുഭവമില്ല ആരാ ഉള്ളത്? ഒരു രോഗത്തിൻ്റെ വേദന അതിൻ്റെ തീക്ഷ്ണമായിട്ടൊന്ന് അനുഭവിക്കുന്ന സമയത്ത് ആരെല്ലാം കൂടെ ഉണ്ടായിട്ട് എന്നാ കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. ആര് വേദനിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു നല്ല വേദന നമുക്ക് ശരീരത്തിന് വന്നാൽ നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ആ വേദന അവൻ തന്നെ അനുഭവിക്കുമ്പോൾ അവന് മനസ്സിലാകും അവൻ ഒറ്റക്കാണെന്ന്. അതാണ് പിതാവിൻ്റെ, അതാണ് നമ്മൾ വേദനകളൊന്നുമില്ല, നമ്മുടെ ജീവിതം വളരെ ഹൈഫൈവായി സന്തോഷമായിട്ട് പോകുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിനെ അറിയാനോ പറ്റാണ്ട് വരും, ദൈവത്തെ അനുഭവിക്കാൻ പറ്റാണ്ട് വരും. കാര്യം അതാ, നമ്മൾ ഓരോരുത്തരും നമുക്കുണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി ഭയങ്കര ബിസി ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇല്ലേ, അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെയും അമിതമായ ബിസിയാകാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അവരൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ശൈത്യം അല്ലെങ്കിൽ ആധ്യാത്മിക വരൾച്ച ഉണ്ടാവും. യേശുവിൻ്റെ ജീവിതത്തിൽ പോലും ഈ ഒറ്റക്കാകപ്പെടുന്ന അവസ്ഥയെ ദൈവം ബോധപൂർവം ഒഴിവാക്കില്ല. ഈശോ പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ 16:32 നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകുന്ന, ഏകനായി വിട്ടുപോകുന്ന കാലം വരും. എന്നിട്ട് ഈശോ അതിന് മറുകൃതി എന്താ പറഞ്ഞത്? എങ്കിലും ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞത്. ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെ ഉണ്ട്. അത്രയും സംഭവം. ഇത് പക്ഷേ ആധ്യാത്മികമായിട്ട് വിസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് പിതാവ് കൂടെ നമ്മുടെ കൂടെ ഉള്ളത്, എല്ലാവരും വിട്ടിട്ട് പോയിട്ട് പിതാവുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരിക്കലും കുരിശായിട്ട് കർത്താവിന് തോന്നത്തില്ല. കർത്താവ് പിതാവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു അഭിഷേക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആത്മധൈര്യത്തോട് ഇത് പറയണത്. അല്ലാതെ ഈശോ തെറ്റ് പറഞ്ഞെന്ന് ഞാൻ പറയുകയല്ല. പിതാവുമായിട്ടുള്ള ഈശോയുടെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത കണക്ഷനാണ്. ആ ആന്തരികമായ എന്താണ് ഉദ്ഗ്രഥനത്തിലാണ്, പിതാവുമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ്. അവർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൈവാനുഭവമായിട്ട് മാത്രമേ നമുക്കത് കാണേണ്ട കാര്യമുള്ളൂ. നിരന്തരം പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക അനുഭവം, ആത്മാവിൻ്റെ അനുഭവമാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെയുണ്ട്. അതൊരു പ്രാർത്ഥനാനുഭവമാണ്, സത്യമായൊരു കാര്യമാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും നോട്ട് പ്രാക്ടിക്കൽ. ട്രൂത്ത് ഉണ്ടാകാം, മേ ബി ചില സത്യങ്ങൾ
ചില സാഹചര്യത്തിൽ പ്രായോഗികമല്ലാതെ വരും. അതാണ് നമ്മൾ ശരിക്കും ഇത്രയും പറഞ്ഞ ഈശോ മർക്കോസിൻ്റെ 16:34 വായിക്കുമ്പോഴേ, മർക്കോസ് 16:34 എന്താ പറയണത്? ഞാനിപ്പോൾ എന്താ സംസാരിക്കണമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കണത്. പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം മാത്രമല്ല, പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം കഴിഞ്ഞാലും നിങ്ങൾക്കിത് സഹായമാകും. അതായത് മർക്കോസിൻ്റെ 15:34 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. ഏത് യേശുവാണ് ഉച്ചത്തിൽ നിലവിളിച്ചത്? യോഹന്നാൻ 14:32 നിങ്ങളെല്ലാവരും എന്നെ ഇട്ട് പോകുന്ന കാലം വരുമെന്ന് പറഞ്ഞപ്പോൾ ആ കാലം ഇപ്പോൾ വന്നിരിക്കുക. ആ യേശു എങ്കിലും പിതാവ് എന്നോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞ യേശു, ഞാൻ ഏകൻ അല്ല എന്ന് പറഞ്ഞ യേശു ഇപ്പോഴെന്താ പറയണമെന്ന് നോക്കിയേ. 15:34 9-ാം മണിക്കൂറായപ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താ പറഞ്ഞത്? എലോയ് എലോയ് ലമാ സബക്താനി. അതായത് എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ട്. എല്ലാവരും നമുക്ക് പോയാലും ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവം പോലും ഉപേക്ഷിക്കുന്ന ഒരു കാലം അതുണ്ട് നമുക്ക്. അത് നമുക്ക് നിഷേധിക്കരുത്. നമ്മൾ എത്ര പുണ്യം ചെയ്ത് ജീവിച്ചാലും ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തിലൂടെ ഓരോ മനുഷ്യരും പോകും. ഇങ്ങനെ പോകുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് വരുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ഇടങ്ങൾ, ദ സ്പേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവപൈതലെ നീ ഏകയായിപ്പോയി എന്ന് തോന്നിയാൽ നീ ആദ്യം ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടി വരും. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏകനായി പോകുന്ന കാലത്ത് നമ്മളെ നയിക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായാണ് പിന്നീട് സംസാരിക്കുന്നത്. 14-ാം അധ്യായം, ലൂക്കായുടെ 23-ാം അധ്യായത്തിലെ 46-ാമത്തെ വാക്യം, 23-ാം അധ്യായം 46-ാമത്തെ വാക്യം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പിതാവ് യേശുവിനെ ഉപേക്ഷിച്ചതുപോലെ എൻ്റെ അനുഭവം എന്ന് പറയണത് ആസ് ഇഫ് ഹി ഫെൽറ്റ് ദാറ്റ് ഫാദർ ഹാസ് ഫോർസേക്കൺ ഹിം. അതാണ് അടുത്ത ഒരു ഗ്രാമർ പറയാൻ പറ്റുമെങ്കിൽ പറയണത്. പിതാവ് ഉപേക്ഷിച്ച പോലെ ഹി ഫെൽറ്റ് സോ, അങ്ങനെ അനുഭവിച്ചു. ആ സെക്കൻഡിൽ ആത്മാവ് ഉടനെ വർക്കിംഗ് കണ്ടീഷനാവും. എന്താണ് ആത്മാവ് പറയണത്? അതാണ് ലൂക്കായുടെ സുവിശേഷം 23:46. പിതാവ് ഉപേക്ഷിച്ചു, യേശു ലെഫ്റ്റിൻ്റെ എയറായി, ആകാശത്തിന് ഭൂമിക്ക് മധ്യ നിരാലംബനായി തൂക്കപ്പെട്ടവനായി, നഗ്നനായി തൂക്കപ്പെട്ടവനായി, അപ്പോൾ മാന്യതനായി തൂക്കപ്പെട്ടവനായി മരണത്തിലേക്ക് പതുക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡിൽ ഈ ആശ്വാസകനായ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറയും. എന്താ പറയണത്? ജീസസ്, കർത്താവേ നീ വിഷമിക്കരുത്. കാര്യം നിൻ്റെ ബോഡിയിൽ ഇനി ജീവനെ പിടിച്ച് നിർത്താൻ നിൻ്റെ ബോഡിക്ക് ആകാൻ പോകുന്നു. കാര്യം ചോരയെല്ലാം വാർന്ന് ഒഴുകാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 10-15 മണിക്കൂറായി. ചോര ഈശോയുടെ ശരീരത്തിൽ ആ ചമ്മട്ടി അടി കൊണ്ട ആ സമയം മുതൽ, സന്ധ്യ മുതൽ രാവിലെ 10 മണി വരെയാണ് ഈശോ പീഡാനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്നു പോയിട്ട് വല്ലാണ്ടാകുന്നൊരവസ്ഥയാണ്. ബോഡി ജീവനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ലാസ്റ്റ് നിമിഷം. അപ്പോൾ പരിശുദ്ധാത്മാ പറയും, ഈശോ കുറച്ച് കഴിയുമ്പോൾ, ഒരു നിമിഷം കഴിയുമ്പോൾ, ഇത് 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്കും നിൻ്റെ ശരീരത്തിൽ നിന്ന് പോകേണ്ടി വരും. എന്നിട്ട് പറയുക, അപ്പോഴ് നീ പതറരുത്. അപ്പം നീ ഒരു കാര്യം പറയണം, പിതാവ് ഉപേക്ഷിച്ചു, പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കുന്ന ഒരു സമയം ഒരു മനുഷ്യന് ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റിയൊരു വാക്ക് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോണത്.
അവൻ പിരിഞ്ഞു പോവുകയും ഈശോ അത് പറയും. എന്താ ഈശോ പറഞ്ഞത്? അപ്പാ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ, സംസർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ, യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, കാണാത്ത അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നിൽക്കക്കളിയില്ലാത്ത സമയം വന്നാൽ അവസാന നോട്ട് നമുക്ക് തന്നിട്ടേ ആത്മാവ് നമ്മളെ സഹായിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് ആത്മാവ് വെയിറ്റ് ചെയ്യും. ഈശോ പറ ഈശോ. നമ്മുടെ ലൂക്കാ സുവിശേഷത്തിൻ്റെ 23:46 അതാണ് കാറ്റഗിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് നൽകിയ വേദപാഠങ്ങളാണ്. ഈശോ പറ ഈശോ, ഇതൊന്ന് കേട്ടിട്ട് പോകാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറയുമ്പോഴും ആത്മാവിന് നിൽക്കക്കളി ഇല്ലാണ്ടാകുന്നു. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഐ കമൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ നീ അതൊന്ന് പറഞ്ഞാൽ പിന്നെ വരണ കാര്യം ഞാൻ ഏറ്റു എന്നാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ നിനക്ക് തല ചായ്ക്കാം, ജീവൻ വെടിയാം, പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാനും അപ്പായും കൂടി നോക്കിക്കൊള്ളാം. ഇതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശോ ആ നിമിഷങ്ങളത് അനുസരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പാ, എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നിയാലും, ആത്മാവ് എന്നെ അടുത്ത കഴിഞ്ഞ ക്ഷണം പിരിഞ്ഞു പോയാലും, അവസാനം എനിക്കിതേ പറയാനുള്ളപ്പാ, ഐ കമൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് തന്നെ ഏൽപ്പിക്കുന്നുവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ആഴമായ ബൈബിൾ പ്രബോധനത്താൽ, തിരുവചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് പറയുന്നു. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം എപ്രകാരം സ്വീകരിക്കണം, ഈശോ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ, ഈശോ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഭവനരഹിതര്, സ്വകാര്യരഹിതര്, വെള്ളം കയറി തീരമല്ലെന്ന എല്ലാ അവസ്ഥകളിൽ കഴിയുന്നവര്, ദുരവസ്ഥയിൽ കഴിയുന്നവര്, വേദനയിൽ കഴിയുന്നവര്, ഉടമ്പടിയുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, കൊറോണ വൈറസ് ബാധിച്ച മക്കള് എല്ലാവരെയും സ്പർശിക്കണമേ. ശക്തി പകരണമേ. ശക്തി